ഹലോ ഗായ്സ്, ഞാൻ അമൽ. അപ്പോൾ ഗായ്സ്, നമുക്കിന്ന് സിനിമയ്ക്ക് പോകും. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇന്ന് റീൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ് സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, പെട്ടെന്ന് എനിക്ക് പോകണമെന്ന് തോന്നി. കാരണം വേറൊന്നുമല്ല, റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ സിനിമയുടെ റിവ്യൂസിൻ്റെ കുറേ കട്ട് ഷോർട്സ് ഇങ്ങനെ റീലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും പറയുന്നത്, ഞാൻ സാധാരണ സിനിമയുടെ റിവ്യൂസ് കണ്ടാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കണ്ടാലും എനിക്കങ്ങനെ പോകണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിലെല്ലാവരും ഒരേപോലെ പറഞ്ഞിരിക്കുന്നത് ചിരിച്ച് അടപ്പളവിന്ന. കാരണം എനിക്ക് കോമഡി മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അത് കാണണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. അപ്പോൾ നമുക്ക് രാത്രി 9, ഇപ്പോൾ 9:30ക്കുള്ള, ഇപ്പോൾ 9:30 ആയില്ല, 9 മണി സംതിങ് ആയി. അപ്പം ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 9:30ക്കുള്ള ഷോപ്പിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും, സീരിയസ്ലി ഇറക്കാൻ പറ്റി. കൊള്ളില്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് കൊള്ളില്ലെന്നേ പറയുള്ളൂ. പക്ഷെ കൊള്ളാമെങ്കിൽ പറയും. അപ്പോൾ നമുക്ക് നേരെ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ തിയേറ്ററിലെത്തി. ഇതാണ് തിയേറ്റർ. അപ്പോൾ സിനിമ കണ്ടിട്ട് വന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഇപ്പോൾ ചെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്നാണ്. ഇനി അകത്ത് പോയി സിനിമ കാണണം. ഓക്കെ ഗായ്സ്, എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. സീരിയസ്ലി പറയാം, നിങ്ങളെ വിശ്വസിക്കണം. സീരിയസ്ലി പറയാം, എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയണ്ട. കാരണം ഞാൻ അത്രയും ചിരിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ചു. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു. എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യമാണോ പറയുന്നത്. ഞാനിതിപ്പം പറയുന്നത് കൂടിപ്പോയോ ഭയങ്കര ഓവറായിട്ട് പോയോ ക്ഷമിക്കണം. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാൻ ബൈക്കിൽ വന്നപ്പോൾ ഞാൻ തന്നെ, അതായത് ഇതുപോലെ വീഡിയോ എടുക്കുന്ന പോലെ ഇങ്ങനെ റിവ്യൂ പറയുക, അത് ഇങ്ങനത്തെയാണ് അത് എന്നാ സാധനമെന്ന് ഞാൻ തന്നെ സ്വയം പറയുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒരു കുറേ ഭയങ്കര കൗണ്ടർ, ഇപ്പം നമ്മൾ പറയുന്ന പോലെ കൗണ്ടർ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞു സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞ് അതെല്ലാം സിറ്റുവേഷനാണ്. അതായത് ഒരു സിറ്റുവേഷൻ നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ആ സാധനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ചിരി വരും. നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്, അത് പൊതുവായിട്ട് സംസാരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. പക്ഷേ ആ സിറ്റുവേഷനിൽ നിന്നിട്ട് അവരത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസം. അതിൽ പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കോമഡി കഥാപാത്രങ്ങളുണ്ട്. അയ്യോ, എനിക്ക് ചിരിച്ചൊരു രക്ഷയില്ല. അതിൽ മെയിനായിട്ടൊരാളുണ്ട്. ഞാൻ വേറെ കാര്യങ്ങളോ ക്യാരക്ടർ നെയിമോ കാര്യങ്ങളോ ഒന്നും പറയില്ല. പക്ഷേ മെയിനായിട്ടൊരാളുണ്ട്. പുള്ളിയാണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ ഒന്ന് ചെന്ന് കാണണം. സീരിയസ്ലി നിങ്ങളത് മിസ് ചെയ്യരുത്. എനിക്കൊരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പോയ തിയേറ്ററിൽ ആൾ കുറവായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ആൾക്കാർ കന്നഡ സിനിമ, അല്ലെങ്കിൽ കന്നഡ തെലുങ്ക് സിനിമ എന്തോ അതിന് മലയാളം ഡബ്ബാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഫീലില്ല കേട്ടോ, ഒരിക്കലുമില്ല. അതൊരു ഡബ്ബ് സിനിമയാണെന്ന് പറയത്ത് പോലുമില്ല. കാരണം അങ്ങനെ ഡബ്ബ് ചെയ്തിരിക്കുന്ന പാട്ടായിരുന്നാൽ പോലും നമുക്ക് അയ്യേ എന്നുള്ളൊരു സാധനമില്ല അതിൽ. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നതും. അടിപൊളി സിനിമ. എനിക്ക് പറഞ്ഞ് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയാം. സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് കൊതി തീരുന്നില്ല പറഞ്ഞിട്ട്. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. എനിക്ക് കോമഡി മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ എനിക്ക് കോമഡി മൂവീസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് ആ സാധനം അവിടെ കിട്ടി. ഞാൻ ഇതേപോലെ ചിരിച്ചത് എൻ്റെ പേഴ്സണലാണ്. ചിലപ്പോൾ ചിലവരുടെ അടുത്തൊക്കെ ഞാൻ ഈ ആട് സിനിമ ഭയങ്കര കോമഡി എന്ന് പറഞ്ഞപ്പോൾ അവർ അയ്യേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല അവരുടെ ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് ആട് 2, 1 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചിരിച്ച് മറഞ്ഞ സിനിമകൾ അതൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ച് ഈ സിനിമയാണെന്ന് അതിന് ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിൽ അതാണെന്ന് തോന്നുന്നു. പക്ഷേ ത്രൂ ഔട്ട് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ചിരിച്ച് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു സാധനങ്ങളാണ്, വലുതൊന്നുമല്ല. കൗണ്ടർ അടിക്കും നമ്മൾ. ഇപ്പോൾ എക്സാമ്പിൾ ബമ്പർച്ചിരിയിൽ ഞാൻ സ്കിറ്റ് ചെയ്യുമ്പം കൗണ്ടർ അടിക്കുന്ന പോലെയല്ല, ആ സിറ്റുവേഷനിൽ നിന്നിട്ട് അവരെന്ത് കാണിച്ചാലും ചിരി വരും. അതാ സംഭവം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണണം. തീർച്ചയായിട്ടും കാണണം. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞാൻ സിനിമ ചെന്ന് കണ്ടത്. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടപ്പോഴും വലിയ കുഴപ്പമില്ല, പക്ഷേ പണി വാളൂ എന്നുള്ളൊരു സത്യം പറയാൻ തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലല്ല കേട്ടോ, ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. ആ ട്രെയിലറിൻ്റെ അതിൻ്റെ ഒന്നുമില്ല, അതിൻ്റെ പകുതി പോലും ട്രെയിലറിലില്ല. ഒരു രക്ഷയില്ലാത്ത സിനിമ. നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് അത് തിയേറ്ററിൽ നിന്ന് പോകും മുമ്പ് നിങ്ങൾ മാക്സിമം അത് കാണുക, ചിരിച്ച് എൻജോയ് ചെയ്യുക. ഭയങ്കര രസമാണ് സിനിമ.
സത്യം അടിപൊളിയാണ്. കോമഡിയാണ് കൂടുതൽ, പിന്നെ ഫൈറ്റ് ഉണ്ട് അത്യാവശ്യം, പിന്നെ എന്താ പഴയ കാലത്തെ റൊമാൻസ് ഉണ്ട്, പിന്നെ അത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, പിന്നെ സെൻറ്റിമെൻസ് ആയിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. ഓവറോൾ അടിപൊളി സത്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടിപൊളി എന്ന് പിന്നെയും പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എനിക്ക് എന്തൊരു കൂറ സിനിമ എന്ന് ചോദിക്കരുത്, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഒരിക്കലും നിങ്ങൾ അത് കൊള്ളത്തില്ലെന്ന് പറയില്ല, കാരണം ആ ഒരു സിറ്റുവേഷനിൽ നമ്മളും അവർ ഇതിലോട്ട് ഇതായ നമുക്കത് എല്ലാം വർക്കാവും, നമുക്കെല്ലാം കിട്ടും. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമ. അയ്യോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ ടെർബോയിലുള്ള വില്ലൻ്റെ ഒരു സാധനങ്ങളുണ്ട്. അയ്യോ ചിരിച്ചും മരിക്കാം. പുള്ളി സ്വാമിജി അതിലോ, അയ്യോ രസമാണ് അതൊക്കെ. നിങ്ങൾ ഞാനത് പോസ്റ്റർ കണ്ടായിരുന്നു സ്വാമിജി ചെയ്തിട്ടുള്ളത്, അതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് പറയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമ. നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെന്ന് കാണണം പ്ലീസ്. മറക്കാതെ കാണണം പ്ലീസ്. എൻ്റെ ഒരു ഞാൻ ഇങ്ങനെ പറയില്ലേ, മറക്കാതെ കാണണം, കാരണം എൻ്റെ ഒരു കാണണേ, മിസ് ചെയ്യല്ലേ എന്നുള്ളത്. അപ്പം മറക്കാതെ ചെന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചിലപ്പോൾ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞോളാം, അതുകൊണ്ട് അത് വേണ്ട. ഓവറോൾ അടിപൊളി സിനിമ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആയിരിക്കണം. ചിരിച്ച് അട്ടപ്പളവ് മനുഷ്യൻ. സത്യം പറയാം, വേറെ കാര്യം കേട്ടെ, ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് സിനിമ തീരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം അതേപോലെ എൻ്റർടൈനറാണ്. ഒരിക്കലും ഞാൻ എത്ര സമയമെന്ന് പോലും ഇപ്പോൾ ഞാൻ ഇപ്പം നോക്കട്ടെ, 12:30 ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി ഞാൻ എടുത്തതാണ്. ഇപ്പോൾ 12:30 അപ്പോൾ എനിക്ക് ഇൻ്റർവെല്ലായതും സിനിമ തീർന്നതിൻ്റെ ആ ടൈം ഞാൻ ഇടയ്ക്ക് പോലും ഞാൻ ടൈം നോക്കിയിട്ടില്ല, അത്ര എൻ്റർടൈൻഡ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് കാണണം, എല്ലാവരും പോയി കാണണം. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ ഒരുപാട് പറയും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ തോന്നുന്നു എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റാണ് പറയുന്നത്, ആദ്യം പറഞ്ഞാലേ അവരൊക്കെ ചെയ്യുള്ളൂ എന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ശരിയാണല്ലോ എന്നുള്ളതിൽ ഇപ്പം ഫുള്ള് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.